MC റോഡിൽ ആയൂർ അകമണ്ണിൽ വാഹനാപകടം. ആന്ധ്ര രജിസ്ട്രേഷനിലുള്ള ലോറി നിയന്ത്രണം വിട്ട പാതയോരത്തെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി. ബുധനാഴ്ച പുലർച്ചെ 12:30യോടെയാണ് അപകടം സംഭവിച്ചത്. തിരുവനന്തപുരം ഭാഗത്തു നിന്നും കൊട്ടാരക്കരയിലേക്ക് വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നേരെ വണ്ടി ഇടിക്കേണ്ട കാര്യം തടി വണ്ടി ഇവിടെ കിടക്കുകയാണ്. അത് ഇടിച്ചിട്ടാ വന്നത് റോഡ് വണ്ടിയിൽ. ബൊമ്പേന്ന് ഓഫീസാ ഒരാളെ വിട്ടുന്ന പറയുന്നത്. ആ ഇടിയിൽ നോക്കുമ്പോൾ ഈ ക്ലാസ് എല്ലാം പൊട്ടിയത്. ഒന്നും നമുക്കറിയില്ല. അതൊക്കെ ഇനി പോലീസുകാർ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിന്റെ കാര്യങ്ങൾ നമുക്കത് ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. സ്പോട്ടില് പോലീസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവരെ വിളിച്ച് പോലീസെല്ലാം വന്നു. രാത്രി 12 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് നേരെ അടൂരേക്ക് പോകുന്ന വണ്ടിയായിരുന്നു. കർണാടക വണ്ടിയാണ്. അവിടെ ഒരു തടി വണ്ടി നിർത്തിയിരുന്നു. അവർ ചായ കുടിക്കാനായിട്ട് ഹോട്ടലിലേക്ക് വന്ന സമയത്താണ് ആ വണ്ടിയിൽ നേരെ ഇടിച്ചിട്ടാണ് വന്നത്. ഇതിൻ്റെ മേളിലൊരു 10-20 പേര് താമസക്കാരുണ്ട്. ഹോട്ടലിലൊരു 10-18 പേരോളം അവിടെ ഉണ്ടായിരുന്നു. ആളുടെ ലെക്കിലാണ് വലിയ വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത്. ഒരു ജീവനൊക്കെ ഇവിടെ ഒരു ആംബുലൻസ് കിടപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് വലിയ ജീവനാണ് രക്ഷപ്പെട്ടത്. വല്ലാത്ത ഭയങ്കരമായ അപകടമായിരുന്നു. പക്ഷേ ലെക്കിൽ ആൾക്കാരെ ജീവൻ രക്ഷ ഉണ്ടായത്. അകമൺ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന നാഷണൽ ഇലക്ട്രിക്കൽസ് എന്ന ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിലേക്കാണ് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ കട പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങളുള്ളതായി കടയുടമ പറയുന്നു. ജേക്കബ് ഡാനിയൽ എന്ന ആളിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിലേക്കാണ് വാഹനം ഇടിച്ചു കയറിയത്. കടയുടെ തൊട്ടുമുകളിലത്തെ നിലയിൽ 20ഓളം അന്യസംസ്ഥാന തൊഴിലാളികളും താമസിക്കുന്നുണ്ട്. നിയന്ത്രണം വിട്ട ലോറി പാതയോരത്തുണ്ടായിരുന്ന തടി ലോറിയിൽ ഇടിച്ചതിന് ശേഷമാണ് കടയിലേക്ക് പാഞ്ഞു കയറിയത്. രാത്രി സമയമായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പരിക്കേറ്റ ലോറി ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റി. വർഷങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച 5 പേർ മരണപ്പെട്ടിരുന്നു. ോടുകൂടി വലിയൊരു ടോറസ് ലോറി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കടയുടെ ഫ്രണ്ടിൽ വന്ന് ഇടിക്കുകയും അവിടെ 2-3 കട പരിക്കേൽപ്പിച്ചുകൊണ്ട് 2-3 കട ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് വണ്ടി ഇപ്പോൾ ഞാൻ നടത്തുന്ന കടയ്ക്കകത്തിരിക്കുകയാണ്. ചടയമംഗലം പോലീസും ഫയർഫോഴ്സും എല്ലാം വന്ന് ഡ്രൈവറെ പുറത്തെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. മറ്റ് ആളപായ ഒന്നുമില്ല. 5 ലക്ഷത്തിൽ പുറത്ത് രൂപയുടെ നഷ്ടമുണ്ട്. മറ്റേ തട്ടുകടയിലാണെങ്കിൽ തൊട്ടപ്പുറത്തൊരു ഹോട്ടലാണ്. ഹോട്ടലിൽ 10-20 പേര് ആഹാരം കഴിക്കാനുണ്ടായിരുന്നു. വണ്ടി അങ്ങോട്ട് കയറിയില്ലെങ്കിൽ ഗുരുതരാവസ്ഥയായതിന് അങ്ങനെ ഭയങ്കര വിഷയത്തിൽ കിടക്കുവാണ്. ഇതുവരെ അതിൻ്റെ അധികൃതർ ആരും എത്തിയിട്ടില്ല. ചടയമംഗലം പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല. വണ്ടി എടുത്തിട്ടുമില്ല. അതിൻ്റെ ആൾക്കാരെത്തിയിട്ടുമില്ല ഇതുവരെ. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.